പെയ്ത ഇതാണ് അവസ്ഥ. പുല്ലൊക്കെ ഒന്ന് ജസ്റ്റ് വെട്ടിവിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കണം. ഇതാണ് നമ്മളെ പണി. എത്രയും ഭാഗം ഒന്ന് വെട്ടിത്തളിച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പുല്ലായിരുന്നു. ഇവിടെയൊക്കെ പുല്ല് പറിക്കലെന്ന് പറഞ്ഞ ഒരു എളുപ്പപ്പണിയല്ല ഗൈസ്. ഇവിടുന്ന് ഇനി ഇത്രയും ഭാഗം കൂടി ഞാൻ ക്ലീനാക്കും. ബാക്കി നാളെ ഒറ്റ ഇതിലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തളർന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അച്ഛനാണ് ക്ലീൻ ആയിക്കൊണ്ടിരുന്നത്. അച്ഛന് ജോലി ആയതിന് ശേഷം ഇപ്പം ഇത് ക്ലീനാക്കാതിടാൻ പറ്റില്ലല്ലോ. എൻ്റെ പണിയായിരിക്കില്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാൻ തന്നെ ചെയ്യണം. നല്ല കൊതുകുകളായി. അപ്പോൾ ഇത് ഇനിയും വലുതാവണതിന് മുന്നേ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അതാണ് പരിപാടി. ഇരുന്നും കിടന്നും ഒക്കെ അതാണ്ട ഈ ആയുധങ്ങളൊക്കെ കൊണ്ട് വെട്ടിത്തെളിച്ചതായി ഇത്രയൊക്കെ ആക്കിയിട്ടു. എൻ്റെ പൊന്നേ, ചെറിയ പണിയല്ല ഗൈസ്. ഞാൻ ചെയ്യാത്ത പണിയായതുകൊണ്ട് നടുവും ഒക്കെ വേദന എടുക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഒരു പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് വലിയ വലിയ പണിയെടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം സിസേറിയനായിരുന്നു. എല്ലാവരും ആ നടുവിൽ വെക്കുന്ന ആ ഒരു അനസ്തേഷ്യ, അതിൻ്റെ എഫക്റ്റ് ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നടുവേദന, എനിക്കിത് മുന്നേ എൻ്റെ പീരീഡ്സ് ടൈം പോലും നടുവേദന ഇല്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ പ്രഗ്നൻസി ഞാൻ നടുവേദന എന്താണെന്ന് അറിയുന്നുണ്ട്. എനിക്ക് നടു ഇങ്ങനെ കുനിഞ്ഞിട്ട് അങ്ങനെ നടു ഒടിഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. കാരണം എനിക്ക് മരണവേദനയാണ് ആ വേദന. അമ്മേ, ഇപ്പോൾ ഇത്രയും പണി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എനിക്കൊരു നടുവേദനയും ഒരു ശരീരമാകുന്ന ആരും അടിച്ചു പിടിച്ച വേദന അത് ഞാൻ നിർത്തി. കാരണം എളുപ്പമല്ല ഗൈസ്. കാരണം ഇത് ഫുള്ളായിട്ട് അച്ഛൻ കുറേ ദിവസം ഇരുന്ന് അച്ഛനാ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വില ഇല്ല അറിഞ്ഞു. കാരണം മാതിരി പരിപാടിയായിരുന്നു ഇതിനകത്ത്. ചത്തുപോയി. പക്ഷേ ഓക്കെ. കാരണം ഇപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ ആ ഒരു നമ്മുടെ ഈ സൈഡിൽ വീടിൻ്റെ സൈഡിലോട്ട് നിന്ന കുറച്ച് വളർന്നു നിന്ന പുല്ലുകളും പിന്നെ അങ്ങോട്ട് ഒരു സൈഡ് ഫുള്ളായിട്ട് ഞാൻ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ആ ഒരു ചെറിയ സൈഡും കൂടെ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട് ഫുള്ളും ക്ലീൻ ആവും. പയ്യെ ഓരോ സൈഡായിട്ട് തീർക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച പരിപാടിയല്ലേ ഇത്. സംഭവം ഇതാണ് സാധനം. കുറച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് വരുന്നുണ്ട്. ഈസിയല്ല, കുറച്ച് എത്ര ഉറപ്പുള്ള പുല്ലും ഇതിൽ പൂക്കോളും. അയ്യോ, അത് എന്ത് ചെത്തിയാൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ചിലതൊക്കെ അത് വേരോടെ താഴ്ന്നിരിക്കുന്നതായിട്ട് വടിച്ച് കഴിഞ്ഞാൽ അത് വരത്തില്ല. അങ്ങനെയാണ് അവസ്ഥ. തലവേദനയും അതൊക്കെ കൂടി ഒരു വയ്യാത്ത ഫീലിങ്സ്. പിന്നെ അതും പോരാഞ്ഞിട്ട് നല്ല കൊതുകാണ് ഇപ്പം. കൊതുകടിയുണ്ട് ചത്ത്. ഇനി കൊതുക് അടിച്ചിട്ടിനകത്ത് ഡെങ്കിയും കൂടെ വരുത്തണ്ടെന്ന് വെച്ചു. പിന്നെ വാവ കുറേ നേരം കൊണ്ട് അമ്മ വായോ ഉങ്ങാൻ പോവാ അമ്മ. പിന്നെ പറയുന്നുണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്കിച്ചാൻ പേടിയാവണം അമ്മ എന്നൊക്കെ പറയുന്നു.